നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സാജമാർക്ക് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്രയെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷം ഒന്ന് മനസ്സിൽ ഓർത്തു നോക്കാം. നമുക്ക് ഓർമ്മയുണ്ടാവില്ല, ഒന്നൊന്ന് സങ്കല്പിച്ച് നോക്കാം. വേറൊരു ഗ്രഹത്തു നിന്നും ഒരു ഒരു വ്യക്തി ഈ ഭൂമിയിൽ വന്ന് ഇറങ്ങുന്നത് പോലെ ആണത്. PK എന്ന ആമീർ ഖാൻ്റെ ഒരു സിനിമയുണ്ട്. ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ് ഭൂമിയിൽ വന്ന് ഇറങ്ങുന്നു. അത്ഭുതപ്പെടുകയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ. അതുപോലെയാണ് നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളോട് കൂടിയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ കാണുന്നത് പരസ്പരം കലഹിക്കുന്നതും പരസ്പരം സെപ്പറേഷൻ കാണിക്കുന്നതും രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, മതങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, കുടുംബത്തിനുള്ളിലുള്ള വഴക്കുകൾ. അപ്പോൾ കുട്ടി പഠിച്ച് വളരുമ്പോൾ ലോകത്തിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നോക്കിയാൽ അറിയാം, വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളിൽ. സഹോദരന്മാർ വേർപിരിഞ്ഞ് താമസിക്കണം, സ്വന്തം വീട് വെക്കണം, ഇങ്ങനെ ആയിരുന്നില്ല സിറ്റുവേഷൻ മുമ്പേ. പക്ഷേ ഇപ്പോൾ അതൊരു ഇൻ തിങ് ആയി. നമ്മൾ നമ്മുടെ വീടെടുക്കുക അല്ലെങ്കിൽ ഫ്ലാറ്റിൽ പോയി താമസിക്കുക. പിന്നെ പേരൻസിനെ വൃദ്ധസദനങ്ങളിൽ ആക്കുക എന്നുള്ളൊരു സ്വഭാവം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കോമൺ ആവും. ഇനി വരുന്ന കുട്ടികൾ കാണുമ്പോൾ ഇതാണ് കാണുന്നത്. അപ്പോൾ അതൊരു നാച്ചുറലായിട്ട് അവർക്ക് തോന്നുന്നു, ഇങ്ങനെ ആയിരിക്കും. വേറൊരു ജീവിതത്തെപ്പറ്റി അവർക്ക് അറിയില്ല. അങ്ങനൊരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് വെറുതെ നുണ പറയുമോ? ഇവിടെ സമത്വ സുന്ദരമായ സ്നേഹം നിറഞ്ഞ ഒരു മാവേലി നാട് വാണിടും അന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കുക അതൊക്കെ വെറുതെ പറയാൻ തോന്നും. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളോട് പറയുമ്പോൾ, കുട്ടിക്കാലത്ത് ഞങ്ങൾ ചെരുപ്പിടാണ്ട് നടന്നിരുന്നു, ഷർട്ട് ഇടാണ്ട് നടന്നിരുന്നു, എല്ലാവരും അടുത്ത വീട്ടിലൊക്കെ പോയി കളിച്ചിരുന്നു, ഇന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല,
ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഒക്കെ വെറുതെ പറയാം. ടെലിവിഷൻ ഇല്ലാണ്ടെങ്കിൽ ജീവിക്കാം, മൊബൈൽ ഇല്ലാണ്ടെങ്കിൽ ജീവിക്കാം. കാരണം ഇപ്പോൾ മൊബൈലോട് കൂടിയാണ് കുട്ടികൾ ജനിക്കുന്നത് തന്നെ. ആദ്യം തന്നെ മൊബൈലിൽ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടാണ് ഒരു കുട്ടി ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കുട്ടി അതിലേക്ക് കണക്റ്റഡ് ആവും. ഇതാണ് ഇൻ തിങ്, അതാണ് അവരുടെ നാച്ചുറൽ സറൗണ്ടിങ്. അപ്പോൾ എങ്ങനെയാണ് അവരെ ഒരു സമാധാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു സമൂഹത്തിലേക്ക് നയിക്കാൻ സാധിക്കും? നമ്മൾ ഓൾറെഡി അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ചരിത്രത്തെക്കുറിച്ചുള്ള ബോധം കുട്ടികളിൽ കൊണ്ടുവരാൻ അസാധ്യമാണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇവിടെ വയലൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തൊരു പുസ്തകത്തിൽ വായിക്കേണ്ടായി, വയലൻസ് ഭൂമിയുടെ സ്വഭാവമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. സെപ്പറേഷൻ ഭൂമിയുടെ സ്വഭാവമാണെന്ന് ചിന്തിച്ചു പോകുന്നു. പേപ്പർ വായിക്കുമ്പോൾ ഇതാണ് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് അൺലേൺ ചെയ്യേണ്ട ആവശ്യം, ഒരുപാട് പുറകിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. സത്യയുഗത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സത്യം മാത്രം പറയുന്ന ആൾക്കാർ, ഹാർമണിയിൽ ജീവിക്കുന്ന ആൾക്കാർ. കോൺവെർസേഷൻസ് വിത്ത് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ ഹൈലി ഇവോൾവ്ഡ് ബീയിങ്സ് എന്നുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് പറയുന്നത്. അവർ പരസ്പരം വേദനിപ്പിക്കുന്നില്ല, വേറൊരാളുടെ വേദന തീർക്കാനായിട്ട് സ്വയം കീഴടക്കി കൊടുക്കുന്നു, സമർപ്പിച്ചു കൊടുക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. കാരണം അവർക്ക് അറിയാം അവർ മരിക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് വളരെ തുടക്കത്തിൽ തന്നെയാണ്, കുട്ടിക്കാലത്ത് തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികളായിട്ടും കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. ലോകത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് കൊണ്ടുവരേണ്ട ആവശ്യം, കുറേ ബാക്കിലേക്ക് പോകേണ്ട ആവശ്യമാണ്. ആയിരക്കണക്കിന് വർഷമെന്ന് തന്നെ പറയാം. യുദ്ധങ്ങൾ തുടങ്ങിയത് എത്ര മുമ്പെയാണ്, അത് ക്രമേണ കൂടി ഇതുവരെ എത്തി. അപ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്ററായിട്ട് ദാജി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം. ദാജിക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ഉണ്ടാക്കി തരാനേ പറ്റുള്ളൂ. ഇപ്പോൾ കാന ശാന്തിവനത്തിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട്, ഇവിടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല, ഇവിടെ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ലോകത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനാണ് ശരിക്കും നമ്മൾ പണിയെടുക്കുന്നതെന്ന് മനസ്സിലാകണം. കോമ്പറ്റീഷൻ ആവശ്യമില്ല, കമ്പാരിസൺസ് ആവശ്യമില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കെല്ലാം നൽകിയിരിക്കുന്നു. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ വളർത്താനും, ആ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് ശരിക്കും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവേണ്ടതെന്ന് തിരിച്ചറിയാനും. നമ്മൾ പഠിക്കുന്നതൊന്നും നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതല്ല, എത്രയോ ആൾക്കാരുടെ ശ്രമം കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റിയതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് സ്നേഹം നൽകാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ, പേരൻസിന് അത് സാധിക്കുന്നില്ലെങ്കിൽ, പേരൻസ് വളരെ ജെൻറ്റിലായിട്ട് മാസ്റ്ററുടെ അടുത്തേക്ക്, അതുപോലെയുള്ള വ്യക്തിത്വങ്ങളുടെ അടുത്തേക്ക് നമ്മൾ വിടാൻ തയ്യാറാവണം. അപ്പോൾ അങ്ങനെ വ്യക്തിത്വങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായും ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല, കാരണം നമ്മൾ നമ്മുടെ തരത്തിനെ കാണുള്ളൂ. ഷെർലോക്ക് ഹോംസ് എന്ന കഥാപാത്രമുണ്ട്, ആർതർ കോണൻ ഡോയിൽ. അദ്ദേഹം ഷെർലോക്ക് ഹോംസിൻ്റെ കുറേ നോവൽസ് എഴുതിയിട്ടുണ്ട്. ഷെർലോക്ക് ഹോംസ് പറയുന്നത് ഒരു വ്യക്തി ചുമരിൽ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് എഴുതുക. അങ്ങനെയാണ് ഒരാളുടെ ഹൈറ്റ് നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദൃഷ്ടി പതിയുന്ന നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നസിൻ്റെ തലത്തിൽ മാത്രമാണ്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുള്ളൂ. ഒന്ന് ഉയർന്നു നോക്കേണ്ട ആവശ്യമില്ല. അതിനാണ് സത്സംഗങ്ങൾ പോകേണ്ടത്. സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ മിണ്ടാതെ കേൾക്കുക, സൈലൻ്റായിട്ട് കേൾക്കുക. സ്നേഹത്തിൻ്റെ സംഭാഷണം കേൾക്കുമ്പോൾ മിണ്ടാതെ കേൾക്കുക. ആ സമയത്ത് മൊബൈൽ ഓൺ ചെയ്തിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാൽ മനസ്സിലാവില്ല. അവരുടെ ജീവിതം നമ്മൾ കണ്ടുപഠിക്കണം. മഹാത്മാഗാന്ധിജിയുടെ ജീവിതം വായിക്കുമ്പോൾ വളരെയധികം വേദന തോന്നാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ആരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ആരും മനസ്സിലാക്കിയില്ല. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നു. അദ്ദേഹം എത്ര വേദനയോടെയാണ് ഇവിടെ ജീവിച്ചിരുന്നത്, എത്ര ക്ഷമയോട് കൂടിയിട്ട്. നമ്മുടെ മാസ്റ്റേഴ്സ്, സഹജമാർഗത്തിലെ മാസ്റ്റേഴ്സ് അതുപോലെയാണ്. ബാബുജി മഹാരാജ്, ചാരിജി മഹാരാജ്, ദാജി, ലാലാജി മഹാരാജ് എത്ര വേദനയോട് കൂടിയിട്ടാണ് നമ്മുടെ കൂടെ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. നമ്മളവരെ മനസ്സിലാക്കും, അവരുടെ ഭാഷ കേൾക്കും. സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ അവർക്കുള്ളൂ. ദാജി ഈ ഭണ്ഡാര സന്ദേശങ്ങളിൽ ഇത് വളരെ ഡെപ്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് സൈലൻ്റായിട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ള ആ മാസ്റ്ററെ ശ്രദ്ധിക്കാൻ തക്കോട്ടുള്ള കഴിവുണ്ടാക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടികളെ
സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പങ്കെടുക്കണം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പുസ്തക പഠനവും സബ്ജക്ട്സ് പഠനവും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണിത്. അതൊക്കെ ഇനി ഉണ്ടാക്കാം. എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ഓഫ്താൽമോളജിസ്റ്റാണ്. ഞാൻ 25 വർഷമായിട്ട് ഇപ്പോൾ ഒരു വില്ലേജിൽ താമസിക്കുന്നത്. 25 വർഷത്തിന് ശേഷം എനിക്ക് ടൗണിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എറണാകുളത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്നും അധികം നഷ്ടപ്പെട്ടായി തോന്നുന്നില്ല. ടെക്നോളജിക്കൽ അഡ്വാൻസസ് എന്തുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ അധികം സമയമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ പങ്കെടുക്കുകയും അതിനുവേണ്ടി സമയം ചിലവാക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ അതിനേക്കാളും കൂടുതൽ സമയങ്ങൾ നമ്മൾ സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും സ്നേഹം നിറഞ്ഞ സംഭാഷണങ്ങൾ നടത്തുന്ന ആൾക്കാരെ കാണാനും മാസ്റ്റേഴ്സിനെ കാണാനും എല്ലാം നമ്മൾ ഉപയോഗിക്കണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ കൂട്ടി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ലോകം നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് നമ്മൾ വിചാരിച്ച നമ്മുടെ കഴിവിൽ ഒതുങ്ങുന്നതല്ല എന്ന് ചിന്തിച്ചാൽ അങ്ങനെ തന്നെയാവും. നമ്മുടെ കയ്യിലുള്ളതാണ്, നമുക്കത് മാറ്റാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.